കേരളത്തിലെ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. പാവക്കൂത്ത് നടക്കുന്ന ഈ സ്ഥലത്തെ കൂത്തുമഠം എന്നാണ് വിളിക്കാറ്. 18th സെഞ്ച്വറിയിൽ ഉത്ഭവിച്ച ഒരു കലാരൂപമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. പാവക്കൂത്ത് എന്ന പേരിന് പുറമെ നിഴലാട്ടം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. രാമായണത്തിലെ കഥകളാണ് പാവക്കൂത്തിനായി ഉപയോഗിക്കുന്നത്. മാനിൻ്റെ തോലുകൊണ്ട് നിർമ്മിച്ച ഈ പാവകൾ രാമായണത്തിലെ ക്യാരക്ടേഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കമ്പരാമായണ പാരായണത്തിനോടൊത്ത് അവ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് പാവക്കൂത്ത് നടത്തി വരാറ്. രാത്രി തുടങ്ങി പുലർച്ചെ വരെയാണ് കൂത്ത് നടക്കാറ്. പ്രകാശത്തിനായി ഉപയോഗിക്കുന്നതാവട്ടെ 21 വിളക്കുകളാണ്. നാട്യശാസ്ത്രത്തിലെ എല്ലാ മുദ്രകളും തോൽപ്പാവക്കൂത്തിലുണ്ട്. പുലവർ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂത്ത് നടത്തി വരുന്നത്. ചെണ്ട, കുഴൽ, ശംഖ്, ചിലങ്ക, ഏഴുപറ, താളം എന്നിവയാണ് വാദ്യോപകരണങ്ങളായി ഉപയോഗിക്കുന്നത്. പണ്ട് ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് കാണികളുണ്ടായിരുന്ന ഈ തോൽപ്പാവക്കൂത്ത് ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആർട്ട് ഫോംസൊക്കെ പ്രിസർവ് ചെയ്യാനുള്ള ആക്ഷൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.